നമ്മളിന്ന് POP മുക്കി പ്ലാസ്റ്റർ പാരീസിൽ ഇത് മുക്കി എടുത്ത് നമ്മൾ നല്ല കട്ടിയുള്ള രീതിയിൽ അത് മലകളായിട്ടും മറ്റു രൂപങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചിത്രീകരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യണം കേട്ടോ. പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെയൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമ്മൾക്ക് സെറ്റ് ചെയ്ത് ഇതിനെ മേളിടാം. ഇവിടെ നമ്മൾ പാറ പോലെയൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റർ പാരീസ് നമ്മൾ മുക്കി എടുത്ത് ഏകദേശം അതാ ഒന്ന് കവർ ചെയ്തു. അച്ഛൻ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണേ? ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു മലയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത്. ഇത് ഇപ്പോൾ 20 kg ഓഫ് POP ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇത് നമുക്ക് സ്പോൺസർ കിട്ടിയതാണ് ഓൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതിൽ മിക്സ് ചെയ്യും വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അത് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത്ര മതി. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒരു ഏകദേശം ഈ തുണിയെ പിടിക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുണിയെ പിടിക്കില്ല, ചുമ്മാ വെള്ളം പോലെ കിടക്കും. അത്യാവശ്യം മാത്രം വെള്ളം ഒഴിക്കുക. ഇത് സാധാരണ രീതിയിൽ ചെയ്യരുത്, സാധാരണ പ്ലാസ്റ്റർ പാരീസ് മിക്സ് ചെയ്യുന്ന പോലെ ചെയ്യരുത്. കുറച്ചും കൂടി ലൂസാക്കി ചെയ്യുക, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ ഒരു ഫോം കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത്ര ഏകദേശം മതിയോ? നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചേർത്ത് പിടിപ്പിക്കാം. ഓക്കെ, വെള്ളം ഒഴിക്കണ്ട. ഈ വെള്ളം ഒഴിച്ചാൽ ആഞ്ഞങ്ങ് ഒഴിച്ചാൽ ഇപ്പം ഇളകുന്നില്ല. ഇത് ക്രിസ്മസിനുള്ള തന്നെയല്ലേ, വല്ലതും നടക്കും ഇതൊക്കെ? നമ്മൾ ട്രൈ ചെയ്ത് നോക്കാല്ലേ ചിന്താട്ടാ, അതുപോലൊക്കെ നമ്മൾ റെഡിയാക്കും. അപ്പോൾ നമ്മുടെ ഗുഹ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ചെറിയൊരു കൊട്ടയാണ്. നമ്മൾ ഈ കുട്ടയെടുത്ത് ഇതിൽ പൊട്ടിച്ചു, പകുതി കുട്ടയാക്കിയിട്ട് അതിന് മേളിൽ നമ്മൾ കുറച്ച് പേപ്പർ വിരിച്ചിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോക്കിലിരിക്കുന്നത് പോലെ ഇത് തോന്നും. അപ്പോൾ ഈ മലയുടെ ഭാഗമായിട്ട് തോന്നും. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മളിതിൻ്റെ മേളിൽ ഒരു തുണിയും കൂടി ഇട്ട് കഴിയുമ്പോഴേ അതിൻ്റെ ഒരു റിയൽ ബ്യൂട്ടി നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇന്നലെ നമ്മൾ ഏകദേശം ചെയ്തു വെച്ചിരുന്ന നമ്മുടെ ക്രിസ്മസ് ഫുഡ് നമ്മുടെ പ്രധാന അട്രാക്ഷൻ ഇതാണ്. അപ്പോൾ അതിൻ്റെ കുറേയേറെ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. നമ്മൾ ഓൾറെഡി സൈഡുകളൊക്കെ ഓൾറെഡി ഒരു വുഡ് പീസ് പോലത്തെ സാധനം പോലെ ചെയ്യുന്നൊരു ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല തടി കഷ്ണം എടുത്ത് വെച്ച് അത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് മേളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ സാഞ്ചു, ഇതെന്താണെന്ന് പറയാമോ? ഇത് ആക്ച്വലി നമ്മൾ ഒരു റബ്ബർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലുക്ക് വരാൻ വേണ്ടി പഴയ കാലത്ത് ഈ ഒരു ബാസ്ക്കറ്റ് കിട്ടി. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കളയാൻ വെച്ച ബാസ്ക്കറ്റ്, അപ്പോൾ ഞങ്ങളത് മുറിച്ചെടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചു. അതെ, ഇത് കളയാനിരുന്നതായിരുന്നു. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി ഏകദേശം മേൽക്കൂര പോലെ തോന്നുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. ഇവര് പണിയുടെ കൂടെ വേറെന്തോണ്ട് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് നോക്കാം ഇവിടെ എന്നാ ചെയ്യുന്നത്. യെസ്, born the King of Angels, oh come let us adore Him, oh come let us adore Him, oh come let us adore Him, Christ the Lord. അപ്പോൾ പാട്ടും പണിയും ഒരുപോലെ നടക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്ത ഒരു വെറൈറ്റി സാധനം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത് ശങ്കരൻ തമ്പിയുടെ ആക്ടിങ് കാണിക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ ക്രിബിന് വേണ്ടിയുള്ള കുഞ്ഞു വീടുകൾ ഇവിടെ ചെയ്തേക്കുന്നത് ഏഞ്ചലാണ്. ഏഞ്ചല എന്നാ പറയാനുള്ളത്? വീടിന്റെ കൗണ്ട് ഒത്തിരി കൂടുതൽ വേണം. അതെ, നന്നായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു വീടുകള് വളരെ ചെറുതായിട്ടാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇന്ന് എന്തൊക്കെയാണ് നീ ചെയ്യുന്നത്? നിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഇന്ന് വന്നിട്ട് നമ്മൾ പെരുമ്പോളൊക്കെ ക്രഷ് ചെയ്തിട്ട് വെച്ചു. അതിട്ട് ഇപ്പോൾ നമ്മൾ POP എടുക്കാനും പോയി മേടിച്ചു, അത് കൊണ്ടുവന്നു. പിന്നെ ഫുഡ് കഴിച്ചു. അതെ, റിഫ്രഷ്മെന്റ് ഉണ്ടായി. റിഫ്രഷ്മെന്റ് ഇന്ന് ജ്യൂസ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞതിൽ കൂടുതലായിട്ട് നമുക്ക് പറയാനൊന്നുമില്ല. കൂടുതൽ പണികളാണ്. എന്താണ് പറയാനുള്ളത്?
ഒന്നും പറയുന്നില്ല. പണിയെടുത്ത് മടുത്തു. വേർഡ്സ് ഒന്നും വരുന്നില്ല. ഓക്കെ. ഹലോ, ഇവിടെ പണി കഴിഞ്ഞു കൊടുത്തേ. റെക്കോർഡാണ്. നല്ല റെക്കോർഡാണ്. പണി മാറ്റി ഇവര് ഇപ്പോൾ ജോലി വെച്ച് നടക്കുന്നു. അവിടെ കുറച്ച് പേര് പണിയെടുക്കുന്നു, കുറച്ച് പേര് കഷ്ടപ്പെടുന്നു, കുറച്ച് പേര് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു.